രക്ഷിക്കണേ, ഈശ്വരന്മാരെ രക്ഷിക്കണേ, ഈശ്വരന്മാരെ. എന്താണ് ഗിരീശ? അച്ഛൻ അച്ഛനും നിന്റെ അച്ഛന്റെ സാറില്ല നാരായണേട്ടാ, നമ്മുടെ കള്ളൻ ഗിരീശനല്ലേ, എന്തെങ്കിലും കട്ടോടോടുമായിരിക്കും. എന്നാ അവന്റെ പിന്നാലെ പോലീസും കാണും. അമ്മേ, അമ്മേ, അമ്മേ. എന്ത് പറ്റിയടാ? അച്ഛൻ അച്ഛന് അച്ഛൻ പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു. അങ്ങനെ അളിയനും ഒടുവിൽ രക്ഷപ്പെട്ടു. പ്രതീക്ഷിച്ച പോലെ തന്നെ ദൂരത്തേക്ക് ഒരു സ്ഥലമാറ്റം. ഈ തമിഴ്നാട് ബോർഡർ ആകുമ്പോ നല്ല പാണ്ടിച്ചെറുക്കൻ ഉണ്ടാവല്ലേ? അല്ല, നിനക്കൊരു പാണ്ടിച്ചെറുക്കൻ അവിടെ നിന്ന് ആലോചിച്ചാലോ? അങ്ങനെ അച്ഛനെയും ചേട്ടനെയും പോലെ കാണുന്നിടത്തൊക്കെ സംബന്ധം കൂടുതലല്ല എന്റെ പണി. അയ്യ, എന്റെ ഉണ്ണി, ഗാന്ധർവല്ല ഞാൻ ഉദ്ദേശിച്ചത്, റിയൽ മാരേജ്. അതൊന്നും ശരിയാവില്ല കൊച്ചപ്പി. ഐശ്വര്യം ശാലീനതയുള്ള ഒരു മലയാളി പെൺകുട്ടിയാ എന്റെ മനസ്സിൽ. ആ കല്യാണ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ കൂടെ കൊല്ലംകോട്ട് വരുന്നതിനെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. വരണമെന്നൊക്കെ ഉണ്ട്. നീ ഇവിടുന്ന് പോയാൽ ഞാനിവിടെ ഒറ്റയ്ക്കാവുന്നുള്ള വിഷമം എനിക്കുണ്ട്. പക്ഷേ എന്ത് പക്ഷേ? എടാ, പേരിനെങ്കിലും ഒരു ജോലി ശരിയായിരുന്നെങ്കിൽ സന്തോഷത്തോടു കൂടി ഞാൻ നിന്നോട് വരുമായിരുന്നു. അതൊക്കെ നമുക്ക് അവിടെ ചെന്ന് ശ്രമിക്കാടാ. അതൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടാവും. ഒറ്റ തൊഴി വെച്ചെന്നുണ്ടല്ലോ. എടാ, സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കള്. ആണോ? ആ ആണാ, കണ്ടിപ്പാ നാവും കൂടെ വരുവേ. ഇതവിടെ കുടിച്ചത് അന്ന് എനിക്കും വേണ്ട. അയ്യോ, ഇതിൽ വെള്ളം ഒഴിച്ചില്ലേ? എന്റെ തൊഴിക്കാൻ പറഞ്ഞു. വെള്ളം ഒഴിക്ക്. ഈശ്വര, കുടല് കത്തിപ്പോയി. നീ സത്യം പറയില്ലല്ലേ? എടാ, 15 വർഷത്തെ സർവീസിലൂടെ 36 പ്രാവശ്യം സ്ഥലം മാറ്റാൻ കിട്ടിയിട്ടുള്ള മാതൃകാ പോലീസുകാരനാണ് ഞാൻ. അതുകൊണ്ട് വേഷം കെട്ടൊന്നും വേണ്ട. തൊണ്ടി എവിടെന്ന് പറയണ തെണ്ടി, ഇല്ലെങ്കിൽ ഇടിച്ചു നിന്റെ കിഷ്കിന്ന പറയാ. ഞാനൊരു ഊമയാണ് സാർ. എന്നാ പിന്നെ അത് നിനക്ക് നേരത്തെ പറയാൻ പറ്റില്ലല്ലേ? വെറുതെ ഉള്ള ഇടി മുഴുവൻ വാങ്ങിച്ചിട്ട് നിനക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ? ഓട്ടെ, സാരമില്ല. നീ ഒരു കാര്യം ചെയ്യേ, ഇതാ ഇതുകൊണ്ട് കോഴി സൂപ്പും ബാക്കിയുള്ള കാശിന് കുഴമ്പെല്ലാം വാങ്ങി തേച്ച് കുളിച്ചിട്ട് പോ കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാനൊരു മാതൃകാ പോലീസുകാരനാണെന്ന്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇതുപോലെ കുറ്റവാളികൾക്ക് കൊടുത്ത് തീർക്കാറാണ് പതിവ്. നീ കരയണ്ട. അയ്യേ, നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കിമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടാ. പോ, ചെല്ലേ, പോയിട്ടോ. അങ്ങനെ എന്തൊരു കഷ്ടമാണ് ദൈവമേ. അയ്യോ, എന്റെ സർവീസിനാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ. സാറെന്താ അവനെ വിട്ടുകളഞ്ഞത്? അയാളൊരു ഊമയാണോ പാവം. ആ സാറിനെങ്ങനെ മനസ്സിലായി? അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ. അയ്യോ, അറസ്റ്റ് ചെയ്യും. വനവാസത്തിന് ശ്രീരാമന്റെ കൂടെ പോയ ലക്ഷ്മണന്റെ സ്ഥാനത്താ ഞാൻ. ഹനുമാൻ എന്ന് പറയല്ലേ കൂടുതൽ ശരി? ആണോ? ഞാൻ വിചാരിച്ച ഇത്ര നാള് സുഗ്രീവനാന്ന് പറഞ്ഞിരിക്കായിരുന്നു. കരിങ്കുരങ്ങിന്റെ അപ്പൻ. വളകാണ് ഇടം. നിന്റെ ഈ കൊടും തമിഴൊന്നും എന്റെ അടുത്ത് കാച്ചണ്ട. എന്ത് ചെയ്യാനളിയാ, തമിഴിന്റെ മണ അടിച്ച അപ്പ ഞാൻ തമിഴ് പേശു. ആ മുരുകന്റെ അനിയൻ ഇവിടെ നിൽക്കാമെന്നാണല്ലോ പറഞ്ഞത്. ആര്? ഗണപതിയോ? ഓഫീസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുരുകന്റെ കാര്യമാണ് പറഞ്ഞത്. അയാളുടെ അനിയന് ഇവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുള്ളത്. നമ്മളയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. എന്റെ സിഗ്നൽ നീ ഇവിടെ വന്ന വിവരത്തിന് ഞാൻ അനൗൺസ്മെന്റ് നടത്തണോ? എന്തേലും വേണം ഞാൻ അങ്ങോട്ട് പറയാം. നല്ലൊരു തമിഴത്തി. എന്നെ തല്ലു ഒളിച്ച് അടങ്ങൂല്ലേ? വണക്കം സാർ. വണക്കം. ഉണ്ണികൃഷ്ണൻ സാറല്ലേ? അതെ, സുബ്രഹ്മണ്യം. അതെ. വണക്കോ, ഉങ്ങൾക്കാകത്താ ഇவ்வளவு നേരം വെയിറ്റ് പണിയിരുന്നേ. ആണോ? ഞങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ബ്രദർ ഫോണിൽ വിളിച്ചൊരു ഏകദേശം പറഞ്ഞിരുന്നു. പിന്നെ കൂടെ കൗണ്ടമണി എപ്പോൾ ഒരാളുണ്ടാവും പറഞ്ഞു. ഇയാളെ കണ്ടപ്പോഴാണ് സാർ ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് ഉറപ്പിച്ചത്. ഇതെന്റെ ഫ്രണ്ടാ കൊച്ചാപ്പി. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു വാടക വീട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് വാ. ഭയങ്കര ചൂട്. വൈകുന്നേരമായ നല്ല തണുപ്പായിരിക്കും. മച്ചാനേൽ സിറേറ്റ് ഇല്ല, മൂക്കിപ്പൊടിയും. മൂക്കിപ്പൊടിയും പൊടി. ഈ നാട്ടിൽ ഇങ്ങനെയാണോ? എന്ത്? ഒരാൾ വലിക്കാൻ മറ്റാൾ തുമ്മ. അയാളോടൊന്ന് അടിച്ചു തൂത്തിടാൻ പറഞ്ഞതാണ്. ചെയ്താവോ? എനിക്കുള്ള റൂമിൽ ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര ചൂട്.
ഇവിടെ പ്രേതഭൂതങ്ങൾ വല്ലതും ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി താനായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അതിന് നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കില്ല കേട്ടോ. കൗണ്ടമണി ആള് രസികനാണല്ലോ. എന്നാ ഞാൻ പോട്ടെ. സുബ്രഹ്മണ്യ, ഇവിടെ അടുത്തെങ്ങാനും ക്ഷേത്രങ്ങളുണ്ടോ? ഇവിടെ അടുത്ത് 1-2 ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ കുറച്ചു മാറി ഒരു വലിയ കോവിലുണ്ട്, മാരിയമ്മൻ കോവിൽ. എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ജോലി കിട്ടാനും കല്യാണം നടക്കാനും പ്രത്യേക പൂജയുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഉദ്ദേശിച്ച കാര്യം സാധിക്കും, ഉറപ്പാ. പ്രാർത്ഥിച്ചാ കല്യാണം നടക്കുന്ന ഉറപ്പാണോ? പിന്നെ അല്ല, കക്ഷി ചില പറയാൻ പറ്റാത്ത പ്രശ്നമുള്ള പാർട്ടിയുടെ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഗതി നടക്കും. എന്താ ഉള്ളഴിഞ്ഞ്. എന്നാ അമ്പലത്തിൽ പോയിട്ട് തന്നെ കാര്യം. കുറച്ച് പഴം കേട്ടടാ. വണക്കം അണ്ണേ, ഇങ്ങ സാപ്പിടുறதுக்கு പുട്ടും പപ്പടം കിടക്കുമാ? തമിഴ് പറഞ്ഞ് ചീത്തയാക്കണ്ട, ഞാൻ മലയാളിയാ. പുട്ടും പപ്പടൊന്നും ഇവിടെ കിട്ടില്ല. നല്ല ചൂട് ദോശയും സാമ്പാറും തരാം. എന്താ? ആഹാ, മലയാളിയാ? ഈ തമിഴ്നാട് കേരള ബോർഡർ ആയതുകൊണ്ടേ ആരാ തമിഴൻ ഏതാ മലയാളിന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. കണ്ണാടി നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോവാ, ഞാനൊരു തമിഴനാണോ ഒന്ന്. അല്ല, കണ്ടാൽ അങ്ങനെ തോന്നും, കൗണ്ടമണിയെ പോലെ ഉണ്ട്. ആണോ? എല്ലാവരും പറയുന്നുണ്ട്. ഇനി തമിഴ് പടത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. മലയാളത്തിൽ വിളിച്ച് എടുത്തോളൂ, അല്ലാതെ എന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. ആരത്? എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാ. നല്ല കളറ്. ഞാൻ വിചാരിച്ചു തമിഴ്ത്തിയാണെന്ന്. ആ ലുക്കുണ്ടേ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് കൊച്ചാപ്പി. എന്ത് ചേട്ടൻ ചിരിക്കണേ? ചേട്ടന്റെ പേരെന്താ? വർഗീസ് വാഗത്താനം. വർഗീസ് വാഗ്ദാനോ? വാഗ്ദാനമല്ല, വാഗത്താനം. ആ, എനിക്ക് നാട്ടിലൊരു നാടക കമ്പനി ഉണ്ടായിരുന്നേ. അത് പൊട്ടിയപ്പോ ഇവിടെ വന്നൊരു ചായക്കട തുടങ്ങിയതാ. അപ്പൊ പിന്നെ ഇത് പൊട്ടേരിക്കല്ലേ? അല്ല, ഇവിടെ ജോലി സംബന്ധമായിട്ട് വന്നാണോ? അതെ, എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണികൃഷ്ണൻ. ആ. അവനിവിടുത്തെ സെയിൽ ടാക്സ് ഓഫീസിലേക്ക് സ്ഥലമാറ്റം കിട്ടി. ആ. ഞാൻ വെറുതെ കൂട്ടിന് വന്നാ. അത് ശരി. ഇവിടെ എവിടെ താമസിക്കുന്നേ? ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ആ വലത്തോട്ടുള്ള റോട്ടില്ല. എന്തായാലും ഒരു മലയാളി ടീ സ്റ്റാൾ തന്നെ കിട്ടിയല്ലോ, അത് ഒരു അച്ചായന്റെ. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് പറ്റി തുടങ്ങാം. പിന്നെന്താ? കടിക്കാൻ എന്തെങ്കിലും വേണോ? കടിക്കാൻ ഒരു കട്ടിറുമ്പിന് കിട്ടോ? ആള് കൗണ്ടമണിയെ പോലെ തമാശക്കാരനാണല്ലോ. ജീവിതം തന്നെ ഒരു തമാശയല്ലേ ചേട്ടാ? വീരപ്പത്തേവർ, മായപ്പത്തേവർ, രായപ്പത്തേവർ, ചിന്നപ്പത്തേവർ. ഇതൊക്കെ മനുഷ്യന്മാരുടെ പേര് തന്നെയാണോ ചങ്ങാതി? ശരിക്കും പറഞ്ഞ ഈ തേവർമാർ മലയാളികൾ തന്നെയാ. മലയാളികളാ? അതേന്ന്. ഇവരുടെ അച്ഛനും മുത്തച്ഛന്മാരൊക്കെ പാലക്കാട്ടുകാരാ. ഇവിടെ വന്ന് പണക്കൊഴുപ്പും കയ്യൂക്കും കൊണ്ട് തേവർമാരായതാ. ഈ തേവർമാരുടെ അച്ഛന്റെ ഒരു പെങ്ങളുണ്ട്, അലമേലു. അലമാരിയോ? അലമാരിയല്ല, അലമേലു. ആ, അവരിപ്പോഴും പാലക്കാട് തന്നെയാ. നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തീർത്ഥാടനം നടത്തി കഴിഞ്ഞു കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട് അവര്. പിന്നെ ഹലോ, ഇങ്ങോട്ട് നോക്ക്, എന്നെ തന്നെ നോക്കിയിരിക്കും. ഈ ലോകത്തിൽ തേവർമാർക്ക് ആരെങ്കിലും പേടിയോ ബഹുമാനോ ഉണ്ടെങ്കിൽ പോലീസുകാരായിരിക്കും. അല്ല, ഈ അലമേലുവിനെയാ. കാരണം ഇവരൊക്കെ വളർത്തി വലുതാക്കി എടുത്തത് ആ സ്ത്രീയാ. സീതയെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഈ 4 ആങ്ങളമാരും വളർത്തുന്നത്. 21 വയസ്സ് കഴിഞ്ഞാല് സീതയുടെ കല്യാണം നടത്താവൂന്ന ജാതകവിധി. അവളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആങ്ങളമാരിൽ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ കയറി വരുന്ന പെണ്ണ് വാഴില്ലാത്രേ. അതുകൊണ്ടാ ഈ തേവർമാരും കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, അടിസ്ഥാനപരമായിട്ട് ഈ തേവർമാരെല്ലാവരും മണ്ടന്മാരാ. ആരും കേൾക്കണ്ട, ആരോട് പറയാനും പോണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സീത 21 വയസ്സിനുള്ളിൽ ചുറ്റിക്കളിച്ച് ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയാൽ ഈ തേവർമാർക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ? എന്റെ കൊച്ചാപ്പി, ആ പെങ്കൊച്ച് ഒളിച്ചോടാനോ? കണക്കായി. കൊച്ചാപ്പിക്ക് അറിയോ, ആ പെൺകൊച്ചിന്റെ മുഖത്ത് നോക്കാൻ ഒറ്റ ഒരുത്തൻ ധൈര്യപ്പെടില്ല. അതെന്താ അത്രയ്ക്ക് വൃത്തികെട്ട മോന്തിയാണോ? അവളുടെ മുഖമല്ല, അവന്മാരുടെ മുഖം. എടാ, ആ തേവന്മാരെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും നിനക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ എന്ന് ചോദിച്ചാ അപ്പോഴത്തെ ആവേശത്തിൽ ഞാനും മുടക്കിപ്പോയി. ഓ, ഇത്രയും ആവേശം കാണിച്ച സ്ഥിതിക്ക് പൊന്നുമോൻ ഒരു ചെറിയ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തോട്ടോ. അതെന്തിനാ ഒരു ചെറിയ ശവപ്പെട്ടി? നിന്നെ അവര് തട്ടണയും നിന്റെ ഫുൾ സൈസ് ശവം എന്തായാലും കിട്ടാൻ പോണില്ല. ചെറിയ പീസാക്കി അരിഞ്ഞ് ചില്ലി ചിക്കൻ പരിവാക്കും. അതുകൊണ്ടാ പറഞ്ഞ ചെറിയ പെട്ടി മതിന്ന്. ചെറിയ പെട്ടിയാവുമ്പോ അതിൽ കിടക്കണ കാണാൻ നല്ല ചന്തം ഉണ്ടാവും, കാണാൻ നല്ല സൗന്ദര്യം. അതിലൊന്നും എനിക്കൊരു പേടിയില്ല. എന്റെ വിഷമം അതല്ല. ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥൻ തെരുവ് റൗഡിയെ പോലെ ആ സീത എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണോ? എന്റെ മാറം തോണിച്ചു പുണ്യാളാ. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് എത്തിയല്ലേ? നേടാ മോനെ, എടുക്കാൻ പറ്റാവുന്നേ പൊക്കാവൂ. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തിനുള്ള പുറപ്പെടാ? നിനക്ക് അവളോട് പ്രേമ, സ്നേഹ, പിന്നെ ഇഷ്ടം.
ഈ കുഷ്ഠം തന്നെ ലാസ്റ്റ് സ്നേഹം പ്രാമയ്ക്കായിട്ട് മാറണത്. അങ്ങനെ മാറുമ്പോഴല്ലേ അപ്പം നോക്കാം. അവിടെ നിക്കടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ആ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? എന്ന് ചോദിച്ചാൽ സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? മതി, എനിക്കത് മാത്രം കേട്ടാ മതി. ഇനി കൂടുതലൊന്നും പറയണ്ട, നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇനി മേലാക്കന്നെ ഈ പരിസരത്ത് നീ കാണൂല. എനിക്ക് വല്ലവന്റെ ഇടിയിട്ട് കൊള്ളാനും വയ്യ. ഞാൻ പോയി എന്റെ പടി നോക്കി. നല്ല സ്ഥലത്ത് വന്നിട്ട് കളിക്കണം. കൊച്ചപ്പി, മനപ്പൂർവ്വം എന്നെ വീഴ്ത്താൻ വേണ്ടി വഴിയിൽ പാത്രം കൊണ്ടുവച്ച. കൊച്ചപ്പി നിനക്ക് എന്ത് പറ്റി? ഇവിടുന്ന് പോകാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ ജീവനിൽ എനിക്ക് കൊതിയുണ്ട്. എന്റെ കൂട്ടുകാരന് കിട്ടുന്ന തല്ല് ഷെയറിടാനായിട്ടേ ഞാൻ അത്രയ്ക്ക് വിശാല മനസ്സിൽ അങ്ങനെ ആരും ആരെയും തല്ലാനൊന്നും പോകുന്നില്ല. ഇതെന്താ വെള്ളരിക്കാ പറ്റണോ? വെള്ളരിക്കാണ് പടവലങ്ങടി കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ ആ തേവർ പെണ്ണുമായിട്ടുള്ള ചിറ്റിക്കളിതേ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ നിന്റെ കൂടെ നീ താമസിക്കുള്ളൂ. അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അല്പ സ്വാതന്ത്ര്യം തന്നെന്ന് എഴുതി ഭരിക്കാനൊന്നും വരണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടാ പട്ടിയില്ലാത്ത നന്ദി, എന്തെങ്കിലും ആവശ്യം വരുമ്പോ മാത്രം ഞാൻ നിനക്ക് മതിയല്ലടാ. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ വേണ്ട തല്ല. സൗകര്യം ഉണ്ടെങ്കിൽ എന്നോട് കഴിഞ്ഞാ മതി. ശബ്ദിക്കരുത്. ആഹാ, മനസ്സിലായടാ. തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് എന്നെ വേണ്ടാണ്ടായല്ലേ? നമുക്ക് കാണടാ. കൊച്ചപ്പി, നിക്ക്. കൊച്ചാപ്പിയുടെ അപ്പൻ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല. നിന്റെ ഉദ്ദേശം നീ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് എന്റെ ഉദ്ദേശം ഏകദേശം ശരിയാടാ. നിന്റെ അച്ഛനെ നീ ചോദിക്കാൻ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല. അതല്ല, പക്ഷെ ഞാനും ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു ജോലി തരപ്പെടുത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ തേവർമാരെ അടി കൊണ്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.